ഹരിത കേരള മിഷൻ ജലമാണ് ജീവൻ അഭിമുഖ്യ മസ്തിഷ്ക ജ്വരം പോലെയുള്ള ജലജന്യ രോഗങ്ങളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ആലത്തൂർ ബ്ലോക്ക് തല ആലോചനാ യോഗം ചേർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു യോഗം ഉദ്ഘാടനം ചെയ്തു. നിരവധി നിയമങ്ങൾ പരിപാടികൾ നമുക്ക് തരികയും നമ്മളെല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി അത് ഏറ്റെടുത്ത് വരികയും അത് ഒരു 30-ാം തീയതി എന്ന ക്യാമ്പയിനിലൂടെ അവസാനിപ്പിക്കുന്നില്ല. പക്ഷേ അത് നിരന്തരം വിദ്യാലയങ്ങളിലായാലും പഞ്ചായത്തുകളിലായാലും അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടുവരിക ചെയ്യുന്നു വേണം. ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ മഴക്കാലപൂർവ്വമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ്സുകളും ബോധവൽക്കരണ ക്ലാസ്സുകളും എല്ലാം തരും. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കണ്ടുവന്ന അമീബിക് മസ്തിഷ്ക ജ്വരം അതൊരു അസുഖം കാണപ്പെടുകയും അതിന്റെ തീവ്രത മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൽ നിന്നാണ് പകരുന്നത് എന്നുള്ള ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശാനുസരണം നമ്മൾ അതൊരു 4 ഘട്ട ക്രമീകരണങ്ങളിലൂടെ 4 പ്രവർത്തന ഘട്ടങ്ങളിലായിട്ട് സർക്കാർ അതിന്റെ ക്യാമ്പയിൻ ഏറ്റെടുക്കാനായിട്ട് പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ മാസം 30-31 തീയതികളിൽ എല്ലാ പൊതു പഞ്ചായത്ത് തലങ്ങളിൽ എല്ലാ പൊതു കിണറുകളും ടാങ്കുകളും എല്ലാം അതിന്റെ ക്ലോറിനേഷൻ നടത്തുന്നൊരു 2 ദിവസത്തെ നല്ലൊരു ക്യാമ്പയിൻ നമ്മൾ ഏറ്റെടുത്ത് നടത്തുകയും അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തുകൊണ്ട് വന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇനി 3 ഘട്ടങ്ങൾ, അതായത് 4 ഘട്ടങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതെല്ലാം 10-ാം തീയതിക്കുള്ളിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് നടത്തേണ്ടത്. ഹരിത കേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ PA വീര സാഹിബ് വിഷയാവതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് സ്വാഗതവും ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച് കണ്ണമ്പ്ര കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉല്ലാസ് ക്ലാസ് എടുത്തു. ശേഷം സൂപ്പർ ക്ലോറിനേഷൻ സംബന്ധിച്ച് വീഡിയോ പ്രസന്റേഷൻ നടന്നു. ഓഗസ്റ്റ് 30-31 തീയതികളിൽ നടന്ന ക്ലോറിനേഷൻ, ടാങ്ക് വൃത്തിയാക്കൽ തുടങ്ങിയവയുടെ പുരോഗതി വിലയിരുത്തി. ഇനിയും പൂർണ്ണമാക്കാത്ത പഞ്ചായത്തുകളിൽ ഒക്ടോബർ 10-നകം ശുചീകരണം പൂർത്തിയാക്കും. ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ 2ാം ഘട്ട പ്രവർത്തനമായ വിദ്യാലയങ്ങളിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ ഒക്ടോബർ 10-നകം പൂർത്തിയാക്കും. മെഡിക്കൽ ഓഫീസർമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ബ്ലോക്കിലെ എല്ലാ വിദ്യാലയങ്ങളുടെയും നോഡൽ ഓഫീസർമാർ, ബ്ലോക്ക് ക്യാമ്പയിൻ സെൽ അംഗങ്ങൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.